പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ റാസൽ ഖൈമയിലെ ഗോസ്റ്റ് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കണ്ടാണ് ഗോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നുണ്ട്. കുറേ ജനലുകൾ നഷ്ടപ്പെട്ടു പോയ ബിൽഡിങ്ങുകൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആരോ ഒരാൾ സൈക്കിളിൽ പോകുന്നുണ്ട്. അത് ഗോസ്റ്റ് ആണോന്ന് അറിയില്ല. എന്തായാലും ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ട്. ഒരു ചെറിയ പള്ളി, നട്ടുച്ചയാണെങ്കിലും എന്തോ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഗോസ്റ്റ് ചിലപ്പം വണ്ടിയുടെ കാറ്റടിച്ച് വിടുമെന്നുള്ള പേടിയിലാണ് നമ്മളെ സജിമാഷ്. അങ്ങനെ വിവിധങ്ങളായ ആകുലതകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കയറണോ വേണ്ടേ, തിരിച്ചു വരാൻ പറ്റുമോ? എന്തായാലും ഒരു കൊറോണ കാലത്ത് ഇതുപോലൊരു ഒഴിഞ്ഞ സ്ഥലത്തല്ലാതെ നമ്മൾ എവിടേക്കാണ് ടൂർ പോവുക? ഒരുപക്ഷെ പ്രേതം പോലും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ഒരിടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ. അങ്ങനെ നമ്മൾ പതിയെ ആരും അറിയാതെ, പ്രേതം പോലും അറിയാതെ നമ്മൾ ഗോസ്റ്റ് വില്ലേജിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയ തലകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്, ആരൊക്കെ നടന്നു പോകുന്നത് വരെ. അതൊക്കെ നമ്മളെ ഭാവനകളാണോ എന്നറിയില്ല. ഇതിലൊന്നും ഇവിടുന്ന് നിർത്തിയിട്ട് നടന്നു പോയാലോ? ഇവിടെ നിർത്തി. എന്തായാലും മിക്കവാറും റൈറ്റ് എടുക്ക്. ആ പള്ളിയുടെ അടുത്ത് കുറെ സൈനേജ് വയ്ക്കാനുണ്ട് ഇവിടെ. ഗോസ്റ്റ് സിറ്റിംഗ് ഏരിയ, ഗോസ്റ്റ് ഡ്രിങ്കിങ് ഏരിയ, ഗോസ്റ്റ് ഡാൻസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഗോസ്റ്റിന്റെ റെസ്റ്റ് ആൻഡ് പീസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ. ഇവിടെ നിർത്തി. നമുക്കിനി എല്ലാം നടന്നേ പോവാം. ഇനി കൊണ്ടുപോയ കാറ്റടിച്ചു വിടുന്നുള്ള കാര്യം ഉറപ്പാ. ഗോസ്റ്റ് അടിച്ചു വിട്ടില്ലെങ്കിലും അറബി അടിച്ചു വിടും. അങ്ങനെ നമ്മൾ പ്രേതത്തിൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടേ ഉള്ള കെട്ടിടങ്ങളായിരുന്നു. താബൂക്കും കട്ടയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ പവിഴപ്പുറ്റുകൾ വെച്ചുണ്ടാക്കിയ ബിൽഡിങ്ങാണിത്. പവിഴപ്പുറ്റിൻ്റെ പീസുകളൊക്കെ കാണും. ഇത് കടലിൽ നിന്ന് പറക്കിയെടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. ചിപ്പിയും കല്ലൊക്കെ കൊണ്ടുണ്ടാക്കിയ കട്ടകളുണ്ട്. പണ്ടൊക്കെ എത്രയോ കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് അറബികളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. എന്തായാലും ഇവിടെ ഒരു വല്ലാത്തൊരു നിശബ്ദത കളിയാടുന്നുണ്ട്. ഇവിടെ നടന്നു പോകാനുള്ള വഴികളൊന്നുമില്ല. ഏതോ കെട്ടിടത്തിൻ്റെ ചുവരിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ചുവരിലേക്ക് ചെടികൾ അധികം കയറിയിട്ടില്ല. മുറ്റങ്ങളിലൊക്കെ കാട് പിടിച്ചുണങ്ങി കിടപ്പുണ്ട്. ദൂരെ ഒരു പള്ളി കാണുന്നുണ്ട്, പള്ളിയുടെ മിനാരം. ചിലയിടങ്ങളിലൊക്കെ AC വയ്ക്കാനുള്ള വിൻഡോ ഒക്കെ കാണുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലം വരെ ഇത് ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നതിനർത്ഥം. ജനലിൻ്റെ വാതിലുകളിലൊക്കെ ഇരുമ്പിൻ്റെ ക്രാസുകളുണ്ട്, ജനൽ കമ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ബിൽഡിങ് വളരെ പഴയതാണെന്ന് തോന്നുന്നു. മരപ്പെട്ടിയോ വരികയോ ഒക്കെ താമസിച്ചിരുന്നിട്ടുണ്ട് ഇവിടെ, ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആണി കാണാം. ഈ സിമൻറ്റ് തറയിലൊരു ആണിയാണ്. ഈ ആണി ഈ ചുവര് നിലനിന്നിരുന്ന സമയത്ത് അതിലാരോ അടിച്ചു വെച്ചൊരു ആണിയാണ്. ചുവരാണ്, ചുവര് പൊളിഞ്ഞ് വീണ് കിടക്കുന്നത്. അപ്പോൾ ആരോ കുപ്പായം ഊരിയിടാനും മറ്റും ഉപയോഗിച്ചിരുന്നൊരു ആണി ഇവിടെ കാണാം.
അതോ ഇനി മറ്റെന്തെങ്കിലും ആണിയാണോ എന്നറിയില്ല. എന്തായാലും ചുവര് നിലനിന്നപ്പോൾ ആരോ നെട്ടനെ അടിച്ചു വെച്ചൊരാണി ബിൽഡിങ് ചുവര് മറിഞ്ഞു വീണിട്ടും അത് അതുപോലെ കാണുന്നുണ്ട്. ആകെ വീണ് തീരാറായ ഒരു കെട്ടിടത്തിൻ്റെ ചുവരിൻ്റെ അടിഭാഗമാണ്. പണ്ടൊക്കെ ആരോ നടന്നുപോയ വഴികളൊക്കെ പോലെ ഉണ്ട്. നമുക്ക് ആ പള്ളിയുടെ അടുത്തൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇത്തരം ജനാലകൾ പൊതുവെ കാണാറില്ല. നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഇപ്പോൾ ഇതുപോലത്തെ ജനാലകളൊന്നും ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ പണ്ടേ ഉള്ള ജനാലകളാണിത്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ചുമരിനോട് ചേർന്നൊരു വഴി കാണുന്നുണ്ട്. അതിൽ ഒന്ന് നടന്നു നോക്കാം. പിന്നെ അങ്ങോട്ടുള്ള വഴികളില്ല. ഇവിടെ എല്ലാം പവിഴപ്പുറ്റുകൾ കൊണ്ടുണ്ടാക്കിയ കട്ടകൾ പൊടിഞ്ഞ് കിടപ്പുണ്ട്. ഇത് തലയോട്ടി ആണെന്ന് തോന്നുന്നു. അതെടുത്ത് നോക്കട്ടെ. തലയോട്ടിയൊന്നുമല്ല, പവിഴപ്പുറ്റിനുള്ളിലെ ഒരു ഭാഗമാണ്. ഒറ്റയടിക്ക് നോക്കിയപ്പോൾ തലയോട്ടിയാണെന്ന് തോന്നിയെങ്കിലും തലയോട്ടിയൊന്നുമല്ല. ഒരു കുറുക്കൻ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. കുറുക്കന്മാർക്ക് ഒരുപാടുള്ള സ്ഥലമാണ്. നിധിയൊക്കെ പഴയ കളവന്മാരൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ കുത്തിക്കയറി വെച്ചിട്ടുണ്ടോ സ്വർണ്ണമൊക്കെ ചുവരുകളില്ലേ? എന്തോ ഒരു കല്ല്, പ്രത്യേക കല്ലിരിക്കുന്നു. ഇവിടുത്തെ കല്ലുകളൊക്കെ തലയോട്ടികൾ കൂട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കുകയാണ്. ഇതിലൊന്ന് കയറി നോക്കാം. ഇവിടെ മണലൊക്കെ കയറി കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ വലിയ വീടോ പള്ളിയുടെ അവശിഷ്ടമോ മറ്റോ ആണെന്ന് തോന്നുന്നു. വീടോ മദ്രസ എന്താണത്. ഇത് കുറുക്കന്മാർക്കും ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന ഇടമാണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന്, ഈ കെട്ടിടത്തിൽ നിന്ന് അധികമല്ലാത്ത ദൂരത്തിലാണ് പള്ളിയുടെ മിനാരമുള്ളത്. മുകൾ ഭാഗമൊക്കെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തോ സംതിങ് റോങ്. കുറുക്കെന്തോ അവിടെ ഇരിക്കുന്നു തോന്നേട്ടാ. ഇതിലൂടെ കുറുക്കൻ കുറച്ച് മുമ്പ് ഓടിപ്പോയിരുന്നു.
കണ്ടോ, പള്ളിയിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു ഇരിക്കണത്. ഇപ്പോൾ വഴിയെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അതോ വീട്ടിലേക്കുള്ള വഴിയാണെന്നറിയില്ല. ഇതിലേക്കൂടെ ചെറിയ വഴികൾ എല്ലായിടത്തേക്കും കാണാം. ഇനി തെറ്റിപ്പോകുന്ന വഴിയാണോ തെറ്റിക്കുന്ന വഴിയാണോ ഒന്നും അറിയില്ല. മണലുകളിൽ കുഴിയൊക്കെ കാണുന്നത് അതൊക്കെ ജീവികൾ വന്ന് താമസിച്ചതിൻ്റെ. പണ്ടത്തെ വീട്ടിലെ അലമാരകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സംവിധാനങ്ങളാണ്. വിളക്ക് വയ്ക്കാനും മുസ്ഹഫൊക്കെ വയ്ക്കാനുള്ള ചെറിയ സംവിധാനം നമ്മുടെ നാട്ടിലെയും വീടുകളിൽ ഇതുപോലെ കാണാം. ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത് ഗാഫ് മരത്തിൻ്റെ തടിയും ഈന്തപ്പനയുടെ ചെറിയ മടലും കൊണ്ടാണ്. ഇത് ഒരു ചെറിയ ചുവര് കൊണ്ട് ഇത് വേർതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടും അല്ലാത്ത ഒരുപാട് നിരവധി വീടുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ബ്ലോക്കാണ്. കുറുക്കൻ കോഴിയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ തിന്നേക്കുന്നു. കുറേ നാളായെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നിട്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. വഴി അവസാനിക്കുകയാണ് ഇവിടെ. അതിസാഹസികമായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിയുടെ തുമ്പിലെത്തി. ഇവിടെയൊക്കെ പാമ്പുകളും മറ്റുള്ള ജീവികളൊക്കെ എന്തായാലും ഒരുപാടുണ്ടാവും. അവിടെ ദൂരെ ഒരു പള്ളി കാണുന്നുണ്ട്. നമ്മളെ സജിമാഷ ആ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. വഴികളൊക്കെ ബ്ലോക്കായി കിടക്കുക, പോകാനുള്ള ഇടങ്ങളില്ല. ഇത് നമുക്ക് പോയല്ലേ പറ്റൂ. ഇതാണ് എരിക്ക്. ഒരു എരിക്ക് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന സാധനം ഈ എരിക്കിൽ നിന്ന് പറന്നു പോകുന്നതിനാണ് നമ്മൾ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വലിയ ജലാംശമൊന്നും ഇല്ലെങ്കിലും എരിക്കുകൾ എമ്പാടും കാണാം. അങ്ങനെ നമ്മൾ നടന്ന് ആ പള്ളിയുടെ അടുത്തെത്താറായി. ഇതൊരു പഴയ കാലത്ത് ഏതോ കടയോ ആണെന്ന് തോന്നുന്നു. പഴയ കടയോ വീടോ എന്താ കൊണ്ടാണെന്ന് തോന്നുന്നു. കയറി നോക്കാം. പണ്ടാരോ ഉപയോഗിച്ചിരുന്നൊരു ഗ്ലാസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയും ഒരു കാൽപ്പാട് പോലും ഇല്ല. കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർ വന്നിട്ട് തന്നെ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ മരുഭൂമിയിലെ ഇത്രയും ചൂടത്ത് പള്ളിയുടെ അടുത്തെത്തിയപ്പം പിന്നെ ഇവിടെ വലിയ കാടൊന്നുമില്ല അധികം. പക്ഷെ ബിൽഡിങ്ങുകളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഒരു ചെറുതല്ലാത്ത ഒരു ഗ്രാമം ഇവിടെ ഉണ്ടായിരുന്നു. അത്രയൊന്നും ചെറുതല്ലാത്ത
ഒരു വലിയൊരു കമ്മ്യൂണിറ്റി താമസിച്ചിരുന്നൊരു ഗ്രാമം തന്നെ ഉണ്ട് ഇവിടെ. പള്ളിയിലേക്ക് പോകുന്ന വഴിയും ഇതിലെല്ലാം താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്കൊക്കെ പോയിരുന്നത് ഓർമ്മ വരുന്നു. പള്ളിയുടെ മിനാറൊക്കെ ഏകദേശം പൊട്ടലൊക്കെ വീണിട്ടുണ്ട്, ക്ഷീണത്തിലാണ്, തകരാറിലായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടതെന്നറിയില്ല. ഗ്രാമം ഉപേക്ഷിച്ചു പോയവർ ഗ്രാമത്തിലെ പലതിനെയും ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. കയ്യിൽ കിട്ടുന്നതും കയ്യിലെടുക്കാൻ പറ്റുന്നതുമായ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. ബാക്കി ഗ്രാമവും ഗ്രാമത്തിൻ്റെ ഭൂമിയും ഒക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. വിറ്റ് പറക്കി പോയതൊന്നുമല്ല, അതല്ലെങ്കിൽ ആർക്കോ മൊത്തത്തിൽ കൊടുത്തതുപോലെ തോന്നുന്നു. ഈ ഗ്രാമത്തിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഇനി അവരുടെ പരമ്പരകൾ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും യു എയിൽ അധികമൊന്നും ഇങ്ങനൊരു ഗ്രാമം നമുക്ക് കാണാൻ പറ്റില്ല. ഒരു കാലത്ത് പ്രവാസികൾ വന്നു തുടങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും അറിയപ്പെടുന്നൊരു ചരിത്രം ഈ ഗ്രാമത്തിന് പിന്നിലുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നല്ലൊരു സുന്ദരമായ പ്രദേശം, കടൽ തീരത്തിനോടടുത്ത സുന്ദരമായൊരു കെട്ടിടങ്ങളും ഉള്ള ഒരു ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഗോസ്റ്റ് വില്ലേജ് എന്ന് പേരിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത്? ഉപേക്ഷിച്ച് പോയവരിൽ നിന്ന് ഏറ്റെടുത്തവർ എന്തുകൊണ്ടാണ് ഗ്രാമം ഇങ്ങനെ തന്നെ നിലനിർത്തിയത്? നമ്മളൊക്കെ കുറേ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് പള്ളിക്കുള്ളിലാണുള്ളത്. നമ്മളിപ്പോൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില വീടുകൾ വലിയ ഭംഗിയോടെയും സൗന്ദര്യത്തോടെയൊക്കെ വെച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ പല ആൾക്കാർ കൈമാറി അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്ന വീട് പോലെ. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമം ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഗ്രാമം മാത്രമല്ല, ഗ്രാമത്തിലുള്ള കെട്ടിടങ്ങളും വസ്തുക്കളും ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. വസ്തുക്കളും കെട്ടിടങ്ങളും മാത്രമല്ല, ഇവിടുത്തെ പള്ളിയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പള്ളിയുടെ മേൽക്കൂരയൊക്കെ പ്ലൈവുഡൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുക. ഇതാണ് മെഹ്റാബ്. എത്രയോ ദിവസങ്ങളിൽ ഈ പള്ളിയിലെ ഇമാമ് ഇവിടെ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാവും. ഈ മെഹ്റാബിൽ നിന്ന് എത്രയോ ദിവസങ്ങളിൽ ഇവിടുത്തെ മുഅദ്ദിൻ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. എത്രയോ ദിവസങ്ങളിൽ ഒരുപാട് മനുഷ്യർ ഇവിടെ സഫായിട്ട് നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം ഓർമ്മയാണെന്ന്. മനുഷ്യരുടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഓർമ്മകൾ മാത്രമേ ഇന്നുള്ളൂ. ഇന്ന് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ഇന്നത് പള്ളിയല്ല, പൊളിഞ്ഞു പോയ കെട്ടിടം മാത്രമാണ്. കിട്ടാവുന്നതെല്ലാം കൊണ്ടുപോയാൽ വില കിട്ടാത്തത് മാത്രം ഉപേക്ഷിച്ച് പോയ ഒരു കെട്ടിടം മാത്രമാണെന്ന് ഈ പള്ളി. ഒരുപക്ഷെ ഈ പള്ളി നിർമ്മിച്ചവരൊക്കെ ആ പള്ളി നിർമ്മിച്ച സമയത്തുള്ള ഓർമ്മകളെ അയവിറക്കുന്നുണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റേതെങ്കിലും ഇതിനേക്കാൾ സുന്ദരമായ പ്രദേശത്ത്, സുന്ദരമായ ഇടങ്ങളിൽ ആധുനിക സൗകര്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും ഒരു സഞ്ചാരിക്ക് വളരെ രസകരമായ, ഉദ്വേഗമുണ്ടാക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇവിടെ നമ്മൾ സ്വതന്ത്രരാണ്, ആരുമില്ല. നിയമങ്ങൾ പാലിപ്പിക്കാനോ നിയമങ്ങൾ അനുസരിപ്പിക്കാനോ വേണ്ടി നമ്മളെ ആരും നിർബന്ധിക്കുന്ന ആരെയും നമുക്കിപ്പോൾ നിലവിലിവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും പല അരാജകവാദികളും സ്വാതന്ത്ര്യശീലരും ഒക്കെ ഇവിടെ താമസിക്കുകയോ വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. ചില പ്ലേറ്റുകളും
ചെറിയ ഗ്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഒരു കാലത്ത് ഈ വീട് വയ്ക്കുന്ന സമയത്ത് എത്ര ആഗ്രഹത്തോടെ ആൾക്കാർ വെച്ചിട്ടുള്ള വീടുകളായിരിക്കും ഇതൊക്കെ. എത്ര സ്വപ്നം കണ്ടിട്ട് എത്ര അധ്വാനിച്ചിട്ട് പണിത വീടുകളായിരിക്കും ഇത്. കുറേ കാലം കഴിയുമ്പോൾ സ്വപ്നങ്ങൾ വലുതാവും, സൗകര്യങ്ങൾ കുറയുമ്പോൾ ഉപേക്ഷിക്കപ്പെടും. നമ്മളിപ്പോൾ ജീവിക്കുന്ന, നമ്മളുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പുതിയ ഗ്രാമങ്ങളും നമ്മുടെ പുതിയ സൗകര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെയാണ്. പുതിയ പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം ഉപേക്ഷിക്കപ്പെടും. ചിലപ്പോൾ അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ ഗ്രാമത്തെ തന്നെ അപ്പാടെ ഉപേക്ഷിച്ചിട്ട് ഈ ജനത മറ്റൊരിടത്തേക്ക് കുടിയേറി എന്നുള്ളതാണ്. കുടിയേറിയതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം. എന്തായാലും ഒരു കാലത്ത് വളരെ ഗമയോടെ താമസിച്ചിരുന്ന വീടുകൾ, ഒരു കാലത്ത് വളരെ അഭിമാനത്തോടെ നടന്നിരുന്ന വഴികൾ, പെരുന്നാളുകളിലൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് നടന്നുപോയ വഴികൾ ഒക്കെ ഇന്ന് അനാഥമാണ്. ഒരുപാട് മനുഷ്യർ ഒരുപക്ഷെ ഗർവ് നടിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അഭിമാനിച്ചിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ ഇത് എൻ്റേത് സ്വന്തമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എൻ്റെ സ്വന്തം വീട് എന്ന് വിചാരിച്ചിരുന്ന വീടുകളൊക്കെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. വീടുകൾ മാത്രമല്ല, വണ്ടിയും വസ്ത്രങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്നതെന്തും മനുഷ്യൻ സ്വന്തമാണെന്ന് വിചാരിക്കുന്നത് എന്തും ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ആയിത്തീരും. അത് കാലമാണ്, കാലങ്ങൾ മാറും. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ വർത്തമാനകാലത്ത് മാത്രം ജീവിക്കുമ്പോൾ, പഴയ കാലത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതിരിക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരില്ല. പക്ഷേ ഇതുപോലുള്ളൊരു സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്കത് അറിയാതെ തോന്നിപ്പോകുന്ന ചില ചിന്തകളാണിത്. എന്തായാലും ഒറ്റയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ പേടിയൊന്നും ആവുന്നില്ല. കിളികളുടെ കരച്ചിലുണ്ട്, സൂര്യപ്രകാശമുണ്ട്. ഒരുപക്ഷെ നമ്മൾ രാത്രിയിൽ ഒറ്റപ്പെട്ടിട്ടാണ് ആദ്യമായി ഇങ്ങനൊരിടത്ത് എത്തിച്ചേരുന്നതെങ്കിൽ ഇത്ര സുന്ദരമായിട്ട് നമുക്ക് പേടിയില്ലാതെ നടന്നു പോകാൻ ഈ വഴികൾ അനുവദിക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് ഒരു ഗ്രാമത്തിൻ്റെ ഒരു തലയ്ക്കിൽ നിന്ന് മറ്റേ തലയ്ക്കിലേക്ക് എത്താറായി. എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമം ഇങ്ങനെ നടന്ന് ഗ്രാമം ഒരു പട്ടണത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ അടുത്ത് ആരോ താമസിച്ചിരുന്നതായിട്ടൊരു തോന്നൽ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 ചെരുപ്പുകൾ കാണുന്നുണ്ട്. പിന്നെ പനയോല കൊണ്ടുണ്ടാക്കിയ ഒരു വിരിപ്പ് കാണുന്നുണ്ട്. ആരോ അനധികൃതമായിട്ട് സ്ഥാപിച്ചിരുന്നത് ഒരു പീഠത്തിൻ്റെ ഒരു പീസ് കാണുന്നുണ്ട്. ആരോ ഇവിടെ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. ഇവിടെ മനുഷ്യരൊക്കെ ഉണ്ട്, പ്രവാസികളോ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതും ഒരു പള്ളിയാണ്.
ഈ സ്ഥലം ഒരു വലിയൊരു ഏരിയ ആണിത്. മൊത്തത്തിൽ സാഹസികർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരിക്കും ഇത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർ, പിന്നെ പ്രേതത്തിനെ കണ്ട് ത്രില്ലടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും. പിന്നെ നിധിയൊക്കെ തേടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിധിയൊക്കെ തേടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പഴയ കെട്ടിടങ്ങളിലും ഒക്കെ നിധിയൊക്കെ തേടി നടക്കുന്ന, അതിനെ ഒരു ത്രില്ലടിച്ച് കാണുന്ന, അങ്ങനെയുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന, നിധികളൊക്കെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഏറ്റവും അന്വേഷിക്കാൻ പറ്റിയ ഒരു ഇടമാണിത്. മെറ്റൽ ഡിറ്റക്ടറോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് തിരഞ്ഞൊക്കെ നോക്കാൻ പറ്റിയ ഒരിടമാണ്. കുറച്ച് സ്വതന്ത്രമായ ഏരിയ ആണിത്. കാരണം ഈ അടുത്ത കാലം വരെ ആൾക്കാർ ജീവിച്ചിരിക്കുകയും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചോ മറന്നൊക്കെ പോയിട്ടുള്ളതൊക്കെ ഉണ്ടാകും. ലോഹങ്ങളോ ആഭരണങ്ങളോ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇടമാണിത്. എനിക്കൊന്ന് പണ്ട് കാലത്തെ ഒരുപാട് ആൾക്കാർ വസിച്ചിരുന്ന ഇടമാണ്. ഈ അടുത്ത കാലത്ത് പുതിയ കാലഘട്ടത്തിലെ സമ്പന്നതയും സൗകര്യങ്ങളും കൊണ്ട് ഈ ഒരു ഇടം അധികം രസകരമായി തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കപ്പെട്ടതാവും. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാർക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ശേഷം ഈ സ്ഥലം ഒഴിവാക്കി എടുത്തിട്ടുള്ളതാവും. എന്തായാലും ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഗോസ്റ്റ് വില്ല എന്നാണ്. വെറുതെ നമുക്ക് ത്രില്ലടിക്കാൻ പറ്റിയൊരിടമാണിത്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ആ പള്ളിയുടെ അടുത്തെത്തി. ഇപ്പോൾ ഇവിടെ ഒരു പള്ളി മാത്രമല്ല, ഒരുപാട് പള്ളികളുണ്ട്. ഇത് വീടിന് ചുറ്റും കെട്ടിയൊരു മതിലാണ്. വീടിൻ്റെ 3/4 ഭാഗത്തോളം പൊക്കമുണ്ട് മതിലിന്. പക്ഷേ ആ മതിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൊളിഞ്ഞ മതിലിലൂടെ നമുക്ക് വീടിനുള്ളിലേക്ക് കയറാമെന്നായിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് 2 ഗാഫ് പടർന്നു നിൽപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ അടുത്ത കാലം വരെ ഇതൊക്കെ ആരൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് തോന്നുന്നത്. കിളികളൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. ആ മനുഷ്യർ ഉപേക്ഷിച്ച് പോയ വീട്ടിൽ കുരുവികളും പ്രാവുകളൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. പ്രാവുകളുടെ വീടാണ്. പ്രാവാണോ മറ്റ് കിളിയാണോ എന്നറിയില്ല. കൂട്ടി ചിലപ്പോൾ കുഞ്ഞുങ്ങളോ മുട്ടകളൊക്കെ ഉണ്ടാവും. എല്ലാ മരങ്ങൾക്കും ഒരു മണം ഉണ്ടാവും. അതുപോലെ ഈ വള്ളിപ്പടർപ്പായിട്ടുള്ള ഗാഫ് മരത്തിനും ഒരു മണമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഗാഫ് മരത്തിൻ്റെ ചൂരും ഈ മരത്തിൻ്റെ ഇലകളുടെ തണൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും വീട്ടുടമസ്ഥർ വീട് ഉപേക്ഷിച്ച് പോയിട്ടും ഇവിടെ വീണ് കളിച്ച മരങ്ങൾ ഈ വീടിനെ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിക്കാൻ ആ മരങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. മരങ്ങൾ മാത്രമല്ല, പക്ഷികളും ഈ വീട് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. മനുഷ്യൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മറ്റാരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം വീടിന് ആകെ ആശ്വസിക്കാനുള്ളത്. അപ്പോൾ ഈ ക്ലിഷ്ടമായ സാഹചര്യത്തിലും വീടും അതിലുമൊക്കെ അതിൻ്റെ ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തിരിച്ചു പോകാനുള്ള വഴി എന്തായാലും തെറ്റി. അവർ വിളിക്കുന്നുണ്ട്, വഴി കണ്ടുപിടിച്ച് വേണം പോകാൻ. ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് ഇവിടെ എങ്ങും വിശ്രമിക്കാൻ സമയമില്ല. എന്തായാലും വന്ന വണ്ടിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കാം. താങ്ക് യു. ഇനി ഒരു ദിവസം ഇവിടെ രാത്രി വരണം. രാത്രി വന്നിട്ട് വിജനതയുടെ ഭീകരമായ ത്രില്ല് ആസ്വദിക്കാൻ പറ്റുമെന്ന് നോക്കണം. സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു അറബ് ഒരു ഹദീസിൻ്റെ പുസ്തകമൊക്കെ ഇവിടെ ഉണ്ട്. ആരോ ഉപേക്ഷിച്ച് പോയതാണ്. എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. താങ്ക് യു. ബൈ.